UDF മന്ത്രിസഭയിൽ കോഴിക്കോട് ജില്ലയ്ക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തതിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ. വർഷങ്ങൾക്ക് ശേഷം 5 MLAമാർ ജയിച്ചു കയറിയിട്ടും ഒരാൾ പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടാത്തതിൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ INTUC ഉൾപ്പെടെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 6 MLAമാരുള്ള മുസ്ലിം ലീഗിനും ജില്ലയിൽ തഴയപ്പെട്ടതിന്റെ അമർഷമുണ്ട്. ഈ പ്രതിഷേധങ്ങളെ UDF എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് കണ്ടറിയണം. കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധിയായ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറും അഡ്വക്കേറ്റ് കെ ജയന്തും, ലീഗിൽ നിന്നും പാറക്കൽ അബ്ദുള്ളയും മന്ത്രിസ്ഥാന പരിഗണനയിലുണ്ടായിരുന്നു. സീനിയോറിറ്റി പ്രകാരം കോൺഗ്രസിൽ നിന്നും കെ ജയന്തിന് അവസരം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷകൾ. എന്നാൽ അവസാന നിമിഷം കെ ജയന്തും ലീഗിൽ നിന്നും പാറക്കൽ അബ്ദുള്ളയും തഴയപ്പെട്ടതോടെ പ്രവർത്തകർക്ക് നിരാശയായി. അഡ്വക്കേറ്റ് പി ശങ്കരനും സുജനപാലിനും ശേഷം കോഴിക്കോട് നിന്നും ഒരു മന്ത്രി കോൺഗ്രസിനുണ്ടായിട്ടില്ല. 2001 AK ആന്റണി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി കോഴിക്കോട് നിന്നും പി ശങ്കരൻ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിരുന്നു. ഇതേ സർക്കാർ പുനഃസംഘടിക്കപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ജില്ലയിൽ നിന്നുള്ള സുജനപാലിന് 2006 വനം പരിസ്ഥിതി മന്ത്രിയായി 1.5 വർഷത്തിലേറെ ഭരിക്കാനായി. ഇവർക്കും പിന്നാലെ വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്ക് MLAമാർ ഇല്ലാത്ത ജില്ലയായിരുന്നു കോഴിക്കോട്. എന്നാൽ ഇത്തവണ 5 MLAമാർ കോൺഗ്രസിനുണ്ട്. അതിനാൽ ജില്ലയിൽ നിന്നും ഒരു മന്ത്രി അനിവാര്യമാണെന്നും നേതൃത്വം ജില്ലയെ അവഗണിക്കരുതെന്നും INTUC ജില്ലാ കമ്മിറ്റി മന്ത്രി പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുന്നേ അഭ്യർത്ഥനയായി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഫലപ്രഖ്യാപനത്തോടെ നിരാശയായിരുന്നു ഇവർക്ക് ഫലം. ഇത്തവണ UDFന് ജില്ലയിൽ മികച്ച വിജയമായിരുന്നു ലഭിച്ചത്. 13 സീറ്റിൽ 12ലും മുന്നണി വിജയിച്ചു കയറി. 5 കോൺഗ്രസ്, 6 മുസ്ലിം ലീഗ്, 1 സ്വതന്ത്ര പ്രതിനിധിയുമായി ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ LDF സർക്കാരിൽ ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാരുണ്ടായിരുന്നു. ഇത്തവണ ഒരു മന്ത്രിയെ പോലും ജില്ലയ്ക്ക് നൽകാത്തത് അവഗണനയാണെന്നും പ്രവർത്തകർ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രാദേശികമായി പ്രതിഷേധ പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.